മധുരയ്ക്ക് പോണെന്ന് പറഞ്ഞേ? ആന്റി ആന്റി എന്താ പോകുന്നത് മധുരയ്ക്ക്? അമ്മമ്മ കനകാന്റി എന്നാ മധുരയ്ക്ക് പോന്നേ? എന്നോടാന്ന് ചോദിക്കുന്നേ? രണ്ടുപേരുടെ അടുത്ത് ചോദിച്ചാലും ഒരേപോലെയല്ല, അതുകൊണ്ടാ ചോദിച്ചത്. ഒരുപോലെ അല്ല. കനകാന്റി എന്താ മിണ്ടാത്തെ? അതും എന്നോടാന്ന് ചോദിക്കുന്നേ? അങ്ങോട്ട് വര്. ഓ, രണ്ടുപേരും തമ്മിൽ ഉടക്കാണല്ലേ? ആന്റി എന്താ പ്രശ്നം? അമ്മമ്മ എന്താ പ്രശ്നം? അങ്ങോട്ട് ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ലയോ? ഞാൻ രണ്ടുപേരോടും മാറി മാറി ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ പറ. വിളിക്കണ്ട, ഒന്നും മിണ്ടൂല. ഞാൻ കൊറേ നേരമായി കിടന്ന് വിളിക്കണേ. ഓ, അപ്പൊ അമ്മൂമ്മ എന്തേലും പറഞ്ഞാണോ അല്ലേ? ഓ, അപ്പൊ ഞാനാണല്ലേ ഈ വീട്ടിൽ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നേ? കനകാന്റി ആന്റി പറ, എന്താ ആന്റി പ്രശ്നം? പറ, ചെല്ലല്ലേ, പറ. அம்மா வந்து எங்கிட்ட மதுரைக்கு போக சொன்னாங்க. മധുരയ്ക്ക് പോവാനാ? അതാ ആന്റി നേരത്തെ പോകാൻ പ്ലാൻ ചെയ്തതല്ലേ? അതാ ഞാൻ ഇപ്പൊ വന്ന് ചോദിച്ചേ എന്നാ പോകുന്നേന്ന്. ആണല്ലോ, ആണല്ലോ, പ്ലാൻ ചെയ്താണല്ലോ. അതെ. ആ, ഇതേ കാര്യം ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, നീ എപ്പോഴാ മധുരയ്ക്ക് പോന്നേന്ന്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു പാറുവിന്റെ പരീക്ഷ കഴിഞ്ഞിട്ടേ പോന്നുള്ളെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ പരീക്ഷ വരെ നോക്കി നിൽക്കുന്നേ, നീ പൊക്കോന്ന് പറഞ്ഞു. അത്രേ ഞാൻ ചെയ്തുള്ളൂ. അതിനാണ് ഉമ്മാടെ ഇത്രയും വലിയ പൊക്കത്തി പറയുന്നത്. அப்படி இல்ல லட்சு, அம்மா சொல்றாங்க நீ நாளைக்கே மதுரைக்கு கிளம்பி போன்னு. അങ്ങനെ പറഞ്ഞാ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, വീട്ടിലോട്ട് പോകുന്ന കാര്യമല്ലയോ, നീ പരീക്ഷ വരെ ഒന്നും നോക്കി നിൽക്കണ്ട, നീ പോ, എല്ലാരെയും ഒന്ന് കാണാവല്ലോ, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു തെറ്റാന്നോ ലച്ചു? തെറ്റാണോന്നൊക്കെ ചോദിച്ചാ ചേച്ചി ആലോചിച്ചിട്ട് സൈഡ് സൂക്ഷിക്കണം. സൈഡില് മൊത്തം ചലന്തി വില. അപ്പൊ അതങ്ങനെ സൂക്ഷിച്ചും കൊണ്ട് സൈഡ് വരണോ, അല്ലെങ്കിൽ വെച്ച് ഏറി കയറും. അമ്മമ്മ, ഇപ്പൊ നമ്മളെ കറക്റ്റ് ഇതിന്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ നമ്മള് ഒരു അഭിപ്രായം പറയണമല്ലോ. നമ്മളങ്ങനെ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് എടുത്ത് ന്യായത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു അങ്ങനെ നിഷ്പക്ഷമായ അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരാൾ ഈ വീട്ടിലുണ്ട്, അളിയൻ. ഒന്നുമില്ല, ചെറിയൊരു അഭിപ്രായം പറയുന്ന പരിപാടി. ഞാൻ അഭിപ്രായം പറയണോ? അളിയനെ കൊണ്ടേ പറ്റുള്ളൂ. അത് അളിയനെ കൊണ്ടേ പറ്റും. എന്നെ കൊണ്ട് എനിക്ക് തന്നെ വയ്യ ലച്ചുസേ. ദുബായിലാണെങ്കിൽ ഇതുപോലെ തന്നെയാ, എല്ലാവർക്കും എന്റെ അഭിപ്രായം വേണം, കൂട്ടുകാർക്കാണെങ്കിൽ പോലും. എന്തിനെ കുറിച്ചാണ് ഞാൻ അഭിപ്രായം പറയേണ്ടത്? സംഭവം വളരെ ചെറുതാണ്. അമ്മൂമ്മ കനകാന്റെ അടുത്ത് മധുരയെ പൊക്കോളം പറഞ്ഞു. ആന്റി നേരത്തെ മധുരയ്ക്ക് പോകണമെന്ന് പറഞ്ഞോണ്ടിരുന്നല്ലേ? അതെ 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 ആണല്ലോ. അതെ. അപ്പോ കനകാന്റി പറഞ്ഞു ഞാൻ പാറുവിന്റെ എക്സാം കഴിഞ്ഞിട്ട് മധുരയെ പൊക്കോളാന്ന്. അത് നല്ലൊരു അഭിപ്രായമാണല്ലോ. കാര്യം എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാറൂസിനും പോവാം, വേണമെങ്കിൽ നമുക്കും പോവാം, അടിച്ചു പൊളിച്ചു വേണേ തിരിച്ചു വരാം അല്ലേ? അതെ അതെ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് നീ ആന്റിയുടെ സൈഡാണെന്നാണ്? ഈ കാര്യത്തില് ഞാൻ ആന്റിയുടെ കൂടെയാ. അങ്ങനെയാണെങ്കിൽ എന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഇവിടെ സംഭവിച്ചായിരുന്നു. എന്താ? അമ്മൂമ്മ അപ്പൊ കനകാന്റെ അടുത്ത് നീ ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞു. അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു? അത് ശരിയല്ലല്ലോ, കനകാന്റിയുടെ ഭാഗത്താണല്ലോ ഞാൻ. So you are supporting Kanaganti, right? ഈ കാര്യത്തിൽ ഞാൻ കനകാന്റിയെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റ്. ഈ വീട്ടിലെ എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല അല്ലേ സിദ്ധുമോനെ? കൊള്ളാം. சித்து, ரொம்ப தேங்க்ஸ். நீ என்னோட சைடு நின்னதுக்கு ரொம்ப நன்றி. അല്ല എടാ, ഇതെന്താ ഇവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയ? പിന്നെ പോവില്ല അളിയ, വിവരമുണ്ടോ അളിയളിയല്? എന്റെ പൊന്നളിയ, ആരെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ കയറി പക്ഷം പറയൂ?
നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പക്ഷം പറഞ്ഞത്. ഞങ്ങള് പക്ഷം പറയാൻ പറ്റാത്തോണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. അല്ലയാ ഇപ്പൊ ഉദാഹരണത്തിന് അമ്മൂമ്മ അരി ഉണ്ടാക്കുന്നു കനകാന്റെ അടുത്ത്, നമ്മൾ ആരുടെ സൈഡ് പിടിക്കണം? ആരുടെ സൈഡ് പിടിക്കണം? അമ്മൂമ്മയുടെ സൈഡ് പിടിക്കണം. കാരണം എന്താ, അമ്മൂമ്മയാണ് പ്രായത്തിൽ മൂത്ത ആള്. അപ്പൊ അമ്മൂമ്മയുടെ സൈഡ് പിടിച്ച് അമ്മൂമ്മയെ പതപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കനകാന്റെ എപ്പോഴെങ്കിലും പോയി സോപ്പിടല്ലോ. എടാ ഇതെന്താ നീ നേരത്തെ പറയാനേ? എന്നിട്ട് വേണം ഞാൻ എന്റെ നടുക്കും നിൽക്കുക. എടാ അമ്മൂമ്മക്ക് ഫീൽ ആക്കാണോ? അമ്മൂമ്മയുടെ കാര്യമായതും കൊണ്ട് ചിലപ്പോ ഫീൽ ആവും, ചിലപ്പോ ഫീൽ ആവൂല. ബാക്കി നമുക്ക് കണ്ടറിയാം.